ടെൻഡറില്ലാതെ സർക്കാർ പദ്ധതികളുടെ കരാർ ഏറ്റെടുക്കുന്നതിനുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള ഏജൻസികളുടെ അവകാശം പുതുക്കി നൽകി ധനവകുപ്പ്. ഈ മാസം 31 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 46 അക്രഡിറ്റഡ് കരാർ ഏജൻസികൾക്കാണ് അവകാശം പുതുക്കി നൽകിയത്. ഇത് സംബന്ധിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. ടെൻഡർ നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകുന്നതിനെ പ്രതിപക്ഷത്തായിരിക്കെ UDF രൂക്ഷമായി വിമർശിച്ചിരുന്നു. പിന്നാലെയാണ് സർക്കാർ യു-ടേൺ അടിച്ചിരിക്കുന്നത്. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അടിയന്തര ഘട്ടങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് സാധാരണഗതിയിൽ ടെൻഡർ ഒഴിവാക്കി കരാർ നൽകുക. പ്രത്യേകിച്ചും പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ ചില VIP-കളുടെ സന്ദർശന വേളകളിലെ സ്റ്റേജ് നിർമ്മാണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ടെൻഡർ നടപടിക്രമങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ കരാർ നൽകുക. ഇത്തരം കരാറുകൾ നൽകുന്നതിന് വേണ്ടി ഒരു പട്ടിക തന്നെ നേരത്തെ എല്ലാ സർക്കാരുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ ഉൾപ്പെട്ട 46 കമ്പനികൾ, അതിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെടെയുണ്ട്. മൊത്തം 46 കമ്പനികളിൽ 40 എണ്ണം സർക്കാരിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്നതും 6 എണ്ണം സഹകരണ സംഘങ്ങളുടെ മേൽനോട്ടത്തിലുള്ളവയുമാണ്. അതിൽ ഊരാളുങ്കലുണ്ട്, അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഉണ്ട്. അതുകൂടാതെ പിണറായി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലേബർ സൊസൈറ്റി ഉണ്ട്, തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ 6 എണ്ണം, ഈ 6 എണ്ണം കൂടി ഉൾപ്പെടുത്തുന്ന 46 കരാർ ഏജൻസികൾക്കാണ് ഇപ്പോൾ വീണ്ടും അവകാശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ടെൻഡർ നടപടികൾ ഒഴിവാക്കി ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ നൽകിയിരുന്നത് വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നതും ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ടെൻഡർ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടത്തിയിരുന്നതിൽ കൂടുതൽ പ്രവൃത്തി കിട്ടിയിരുന്നതും ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു. അത് വലിയ വിവാദമാക്കി ഉയർത്തിയിരുന്നു. ഇതിനെ പരിശോധിക്കണമെന്നും കരിമ്പട്ടികൾ ഉൾപ്പെടുത്തണമെന്നും അനധികൃതമായ സ്വത്ത് സമ്പാദനമുണ്ടെന്നും ഒക്കെ തന്നെ പണ്ട് പ്രതിപക്ഷത്തായ സമയത്ത് കോൺഗ്രസ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഭരണപക്ഷത്തേക്ക് വന്നതോടുകൂടി തന്നെ അതിലൊരു യു-ടേൺ അടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതിൽ ആക്ഷേപമുണ്ടെങ്കിൽ തന്നെയും ധനവകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ഈ 46 കമ്പനികൾക്കും വീണ്ടും അവകാശം പുതുക്കി നൽകിയിരിക്കുന്നത്. 2 വർഷത്തേക്കാണ് ഇത്തരത്തിലുള്ള അവകാശം നൽകുക. ഈ 2 വർഷത്തേക്കുള്ള അവകാശം മെയ് 31-ാം തീയതി അവസാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ മാസം 31 വരെ വീണ്ടും പുതുക്കി നൽകിയിരിക്കുന്നത്. അതിനുശേഷം കമ്പനിയുടെ പ്രവർത്തന മികവ് കൂടി പരിഗണിച്ചതിന് ശേഷം വീണ്ടും 2 വർഷത്തെ കരാർ നൽകും എന്നാണ് ഇപ്പോൾ ധനവകുപ്പ് പറയുന്നത്. ഈ ധനവകുപ്പിൻ്റെ ഈ നീക്കത്തിനെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കാരണം ഊരാളുങ്കലിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കണ്ണൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. CPIM-ൻ്റെ ഒരു അധീനതയിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് പലപ്പോഴും പല പ്രവൃത്തികളും അവർക്ക് തന്നെ നൽകപ്പെടുന്നു. അത് കരാർ വ്യവസ്ഥകൾക്ക് ലംഘനം നടത്തുന്നുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. മാത്രവുമല്ല, ഈ കോൺഗ്രസിനോട് അനുകൂല സ്വഭാവം പുലർത്തുന്ന കരാറുകാരുടെ സംഘടനയും ഊരാളുങ്കലിനെതിരെ രംഗത്ത് എത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ വിവാദങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കരാർ നീട്ടി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കോസ്ഫോർഡ്, ഹാബിറ്റാറ്റ് ഉൾപ്പെടെയുള്ള ഈ 6 പേര് അല്ലെങ്കിൽ ഈ 46-ൽ 6 അംഗങ്ങളുടെ പട്ടികയിൽ കോസ്ഫോർഡും ഹാബിറ്റാറ്റും ഊരാളുങ്കലിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഈ ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കരാർ കമ്പനികൾക്ക് ഇപ്പോൾ അനുമതി നൽകുന്നതെന്നാണ് സർക്കാരിൻ്റെ പക്ഷം. എന്തായാലും ഈ വിഷയം നേരത്തെ തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയാക്കിയത് കോൺഗ്രസ് ആയിരുന്നു. ഇനി ഇത് മറ്റൊരു വിവാദത്തിന് വഴിവെക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ഊരാളുങ്കലിനെതിരെ അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് പലപ്പോഴായി കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. കാരണം പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് അവർക്ക് ഇങ്ങനെ കരാർ പണികൾ നൽകുക വഴി പാർട്ടിക്ക് നേട്ടമുണ്ടാകുമെന്നായിരുന്നു അന്ന് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവരുടെ അവർ ഏറ്റെടുത്തിട്ടുള്ള കരാർ ജോലികളുടെ കൃത്യമായ സമയത്ത് പൂർത്തിയാക്കുന്നതും ഒപ്പം മേന്മയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവരുടെ കരാറുകൾ പുതുക്കി നൽകുന്നതെന്നാണ് സർക്കാരിൻ്റെ പക്ഷം. എന്തായാലും ഈ മാസം 31-ന് ശേഷം, അതായത് ജൂലൈ മാസം 31-ന് ശേഷം ആയിരിക്കും അടുത്ത 2 വർഷത്തെ കരാറിൽ ഏതൊക്കെ കമ്പനികൾ ഉൾപ്പെടും, അതിൽ ഏതൊക്കെ അക്രഡിറ്റഡ് കമ്പനികൾ ഇത്തരത്തിൽ ടെൻഡർ ഒഴിവാക്കി കരാറെടുക്കാനുള്ള അനുമതി ഏതൊക്കെ കമ്പനികൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ മാസം 31-ന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരി, ഏതായാലും ടെൻഡർ ഇല്ലാതെ സർക്കാർ പദ്ധതികളുടെ കരാർ ഏറ്റെടുക്കുന്നതിനുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അടക്കമുള്ള ഏജൻസികളുടെ അവകാശമാണ് ഇപ്പോൾ ധനവകുപ്പ് പുതുക്കി നൽകിയിരിക്കുന്നത്. ഈ മാസം 31 വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.